നമസ്കാരം. കഴിഞ്ഞ ഞായറാഴ്ച പെയ്ത കനത്ത മഴയിലാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ രാമകൃഷ്ണപുരം മേഖലയിൽ കനത്ത വെള്ളപ്പൊക്കമുണ്ടായത്. ആ വെള്ളപ്പൊക്കത്തിൽ വീടുകളും കാറുകളും അങ്ങനെ എല്ലാം വെള്ളത്തിനടിയിലായി. പോലീസും NDRFും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 33ലധികം പേർ മരണപ്പെട്ടു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഇപ്പോഴും മരണക്കണക്കിൽ ഒരു ഉറപ്പ് പറയുവാൻ സാധിക്കാത്ത തരത്തിലാണ് അവിടുത്തെ സ്ഥിതിവിശേഷം. പ്രദേശവാസികളെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ഓരോ പാർട്ടിയുടെയും പ്രമുഖരായ നേതാക്കന്മാർ അവരെ വന്ന് സന്ദർശിക്കുകയും ചെയ്തുവെങ്കിലും ഇപ്പോഴും അവിടുത്തെ സാഹചര്യങ്ങളൊന്നും ശരിയായിട്ടില്ല. എല്ലാ സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകുകയും ചെയ്തു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണ് എന്നും അതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണെന്നുമാണ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ആരോപണം ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്നലെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി വിജയവാഡയിലെ വെള്ളപ്പൊക്കം സംഭവിച്ച സ്ഥലം സന്ദർശിക്കുവാൻ വേണ്ടി അവിടെ എത്തുകയും അതിനിടയിൽ ട്രെയിൻ അപകടത്തിൽ പെടുവാൻ പോയ സാഹചര്യവും ഉണ്ടായി. തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ട്രെയിൻ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയായിരുന്ന മുഖ്യമന്ത്രിയും സംഘവും മധുര നഗർ റെയിൽ പാളത്തിലൂടെ നടക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ട്രെയിൻ പാഞ്ഞെത്തിയത്. സംഭവത്തിൻ്റെ വീഡിയോ പുറത്തു വന്നു. ആ സംഭവത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ട്രെയിൻ യാത്രയ്ക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്തതാണ് മധുര നഗർ റെയിൽവേ പാലം. ഈ പാലത്തിലൂടെ കാൽനട യാത്രയ്ക്കായുള്ള സൗകര്യമില്ല. മുഖ്യമന്ത്രിയും കൂട്ടരും റെയിൽവേ പാളത്തിലൂടെ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു ട്രെയിൻ പാഞ്ഞെടുക്കുകയായിരുന്നു. ചന്ദ്രബാബു നായിഡുവിനെയും ഒപ്പം ഉണ്ടായിരുന്നവരെയും ട്രെയിൻ തൊട്ടില്ല എന്ന നിലയിലായിരുന്നു കടന്നുപോയത്. ഉടനെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ ഒരു വശത്തേക്ക് മാറ്റി സുരക്ഷിതനാക്കി. കൃത്യസമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ ഇടപെടലാണ് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ഇടയാക്കിയത്. ഇല്ലായിരുന്നുവെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് ദുഃഖകരമായ പല വാർത്തകളും വരുമായിരുന്നു. പ്രളയബാധിതരെ സന്ദർശിക്കുവാനെത്തിയ ചന്ദ്രബാബു നായിഡു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഈ ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്.